എറണാകുളം മൂഴിക്കുളത്ത് അമ്മ പുഴയിലേക്ക് വലിച്ചെറിഞ്ഞു കൊന്ന 3.5 വയസ്സുകാരി കഴിഞ്ഞ 1.5 വർഷമായി ഏറ്റവും അടുത്ത ബന്ധുവിൽ നിന്ന് അതിക്രൂരമായ ലൈംഗിക പീഡനം ഏറ്റുവാങ്ങി. കഴിഞ്ഞ കുറച്ചു മണിക്കൂറുകളായി നമ്മെ ഞെട്ടിച്ചുകൊണ്ട് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ ഒന്നൊന്നായി പുറത്തുവരുന്നു. ഇത് ആദ്യത്തെ സംഭവമല്ലെന്നറിയാം, അവസാനത്തേതാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കുഞ്ഞുങ്ങളുടെ കാവലേത്, കഴുകനേത് എന്ന് തിരിച്ചറിഞ്ഞ് സംരക്ഷിക്കാൻ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ ഓരോ രക്ഷിതാക്കളുടെയും നെഞ്ചിലെ നീറ്റലാണ് ഈ ചോദ്യം. ഇതേക്കുറിച്ച് വിശദമായി സംസാരിക്കാൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലെ മനോരോഗ വിദഗ്ധൻ ഡോക്ടർ പ്രണവ് മണികണ്ഠൻ നമ്മോടൊപ്പമുണ്ട്. ഡോക്ടർ, സ്വാഗതം. ആദ്യം തന്നെ ചോദിക്കട്ടെ, ഈ കുഞ്ഞുങ്ങളോട് ഇത്തരം അതിക്രൂരമായ, പിഞ്ചു കുഞ്ഞുങ്ങളോടടക്കം ഇത്തരം അതിക്രൂരമായ പീഡനങ്ങളൊക്കെ ചെയ്യുന്നതിന് പിന്നിലെ ആ ഒരു മനസ്സ് അതെന്താണ്? ആദ്യം തന്നെ ഞാനൊരു കാര്യം പറയാം. നമുക്ക് ജനറേഷനുകൾ മാറുമ്പോൾ കുറ്റകൃത്യങ്ങൾ കൂടുന്നു, അല്ലെങ്കിൽ ഇതൊരു കെട്ട കാലമാണ് തുടങ്ങിയ രീതിയിൽ നമ്മളെ ചിന്തിപ്പിക്കുന്ന തരത്തിലാണ് വാർത്തകൾ വരുന്നത്. പക്ഷേ ശരിക്കും ഒന്ന് ചികഞ്ഞ് പരിശോധിക്കുകയാണെങ്കിൽ കുറ്റകൃത്യങ്ങൾ എല്ലാ കാലത്തും ഉണ്ടായിരുന്നു. പക്ഷേ അവയ്ക്ക് സംഭവിച്ച മാറ്റങ്ങൾ, അല്ലെങ്കിൽ ഒരുപക്ഷെ റിപ്പോർട്ടിങ്ങിലുണ്ടായ വർധനവ്, ഇതൊക്കെ ആയിരിക്കുമോ നമ്മളെ ഇങ്ങനെ തോന്നിപ്പിക്കുന്നത് എന്ന് ഞാൻ പോലും ചിന്തിക്കാറുണ്ട്. എല്ലാ കുറ്റകൃത്യങ്ങൾക്കും ഒരു ന്യൂറോ ബയോളജി ഉണ്ട്. ആക്രമണോത്സുകതയ്ക്കും മനുഷ്യൻ്റെ അബറൻ്റായിട്ടുള്ള വ്യതിചലനം ഉള്ള ചിന്തകൾക്കും ഒക്കെ ഒരു മസ്തിഷ്ക അധിഷ്ഠിതമായ ഒരു എക്സ്പ്ലനേഷൻ ഉണ്ട്. പക്ഷേ പലരും ചിന്തിക്കുന്ന പോലെ ഒരു മാനസിക രോഗ വിദഗ്ധൻ വന്നിരുന്നാൽ തന്നെ അത് ഈ ഒരു കുറ്റവാളിയെ, അല്ലെങ്കിൽ കുറ്റകൃത്യം ചെയ്ത ഒരാളെ മാനസിക രോഗത്തിൻ്റെ ആനുകൂല്യം നൽകി അതിൽ നിന്ന് മുക്തി നൽകാനാണെന്ന് തുടങ്ങിയ തെറ്റായ കുറേ ചിന്തകളുണ്ട്. അങ്ങനെയല്ല. ഈവൻ മാനസിക രോഗം ഡയഗ്നോസ്ഡ് ആയാൽ പോലും ചില അവസരങ്ങളിൽ കുറ്റവാളിക്ക് ശിക്ഷ വാങ്ങിക്കൊടുത്ത ഒത്തിരി സന്ദർഭങ്ങളുണ്ട്. നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് എന്തുകൊണ്ടാണ് ഇത്തരം കുറ്റകൃത്യങ്ങൾ ഇപ്പോൾ കൂടി വരുന്നത്. അപ്പോൾ അതിന് പിന്നിലുള്ള ഒരു മസ്തിഷ്ക ശാസ്ത്രം പരിശോധിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്, ഇരയും വേട്ടക്കാരനും രണ്ടല്ല. അതായത് ഈ വേട്ടക്കാരൻ എന്ന് നമ്മൾ വിളിക്കുന്ന, അല്ലെങ്കിൽ ചാപ്പ കുത്തുന്ന ആൾ തന്നെ അയാൾക്കുള്ളിൽ ഒരു ഇരയുണ്ടാവാം. ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ ട്രോമയെ പറ്റി തന്നെയാണ്. ജനറേഷനുകളോളം അത് താണ്ടി ട്രോമ നമ്മുടെ കൊച്ചു കുട്ടികളിൽ വരെ എത്തി നിൽക്കുന്ന ഒരു വല്ലാത്തൊരു കാലത്താണ് നാം ഇന്ന് ജീവിക്കുന്നത്. ഇതിനെപ്പറ്റി പറയുമ്പോൾ തന്നെ നാം മെൻ്റൽ വെൽനെസ്, എല്ലാവരും സംസാരിക്കുന്നത് ഡിസോർഡറുകളെ പറ്റിയാണ്. ഈ കുറ്റകൃത്യങ്ങൾക്ക് എല്ലാം പുറകിൽ ഒരു ഡയഗ്നോസിബിളായ മെൻ്റൽ ഡിസോർഡർ ഉണ്ടാവണമെന്ന് ഒരു നിർബന്ധവുമില്ല. ബുദ്ധിമാന്ദ്യം, പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ, പോസ്റ്റ്മോർട്ടം സൈക്കോസിസ്, ഇവയൊന്നും ഇല്ലാതെയും കുറ്റകൃത്യങ്ങൾ നടക്കുന്നുണ്ടല്ലോ നമുക്ക് ചുറ്റും. അപ്പോൾ നമ്മൾ സംസാരിക്കേണ്ടത് മെൻ്റൽ വെൽനെസ്സിനെ പറ്റിയാണ്. ഡിസോർഡർ ഇല്ലാത്ത സാധാരണ ഫാമിലികളിൽ എത്ര ഫാമിലികൾക്ക് ഒരു സൗഖ്യം, അല്ലെങ്കിൽ മാനസികം ആരോഗ്യപരമായി മുന്നിലാണെന്ന് ഇന്ന് കേരളക്കരയിൽ അവകാശപ്പെടാൻ പറ്റും? അതാണ് എൻ്റെ ഒരു ചോദ്യം. തീർച്ചയായും ഇത്തരത്തിലുള്ള കേസുകൾ കൂടി വരുന്നു ഇപ്പോൾ. അത് ഡോക്ടർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുൻപ് ഇത്തരത്തിലുള്ള റിപ്പോർട്ടിംഗ് ഒക്കെ കുറവായിരുന്നു. ഇത്തരത്തിൽ ഇപ്പോൾ കേസുകൾ കൂടി വരുന്നു. നമ്മുടെ ഈ ഒരു സാങ്കേതിക വിദ്യയൊക്കെ കൂടുതലായിട്ട് വികസിച്ചു കഴിഞ്ഞു. ഇപ്പോൾ മൊബൈൽ ഫോണുകൾ, പലതരം, നമുക്ക് എന്ത് വിഷ്വലുകൾ വേണമെങ്കിലും, നമുക്ക് ഏത് തരത്തിലുള്ള നമ്മുടെ മാനസികമായിട്ടുള്ള ആവശ്യം വേണമെങ്കിലും, അല്ലെങ്കിൽ ലൈംഗികമായ ആവശ്യം വേണമെങ്കിലും, അതൊക്കെ നമ്മളിപ്പോൾ മൊബൈൽ ഫോണിലും മറ്റ് പലതരം ടെക്നോളജികളിലൂടെയൊക്കെ നമുക്ക് ഇപ്പോൾ ലഭ്യമാകും. ഇതിൻ്റെയൊക്കെ ഒരു അതിപ്രസരം ഇതിനെ ബാധിച്ചിട്ടുണ്ടോ? എങ്ങനെയാണ്? തീർച്ചയായിട്ടും. അതായത് നമ്മളിപ്പോൾ മാറി വന്ന കാലഘട്ടത്തെപ്പറ്റി ഒത്തിരി ഡിബേറ്റുകൾ ഘോരഘോരം പ്രസംഗിക്കുന്ന ഒത്തിരി ചർച്ചകളൊക്കെ നടക്കുന്ന സമയമാണ്. ഇവിടെ നമ്മൾ വിട്ടുപോകുന്നൊരു കാര്യം, എന്തുകൊണ്ടാണ് ഒരു കൊച്ചു കുട്ടി പോലും ഇത്തരം ക്രൂരമായ പ്രവൃത്തികൾക്ക് ഇരയാവുന്നത് എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ അവിടെ പുതിയ ജനറേഷനെ മാത്രം കുറ്റം പറഞ്ഞുകൊണ്ട് നമുക്ക് ആ കുറ്റകൃത്യത്തിൽ നിന്നും കൈ കഴുകി മുക്തി നേടാൻ പറ്റില്ല. ഇവിടെയാണ് നമ്മൾ തിരിഞ്ഞ് ചിന്തിക്കേണ്ടത്. എത്ര വീട്ടമ്മമാർ, അല്ലെങ്കിൽ പുരുഷന്മാരായാലും എത്ര പേർ ഫാമിലി ലൈഫിൽ ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് ചെയ്യപ്പെട്ട വിവാഹം, കുടുംബം തുടങ്ങിയ ട്രഡീഷണലായ കൺസെപ്റ്റുകളിൽ എത്ര പേർ സന്തുഷ്ടരായി ജീവിക്കുന്നു? ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ സൗഖ്യത്തിൻ്റെ കൺസെപ്റ്റ്. എത്ര ഫാമിലീസിൽ ആക്ച്വലായിട്ടുള്ള ഒരു ഹീലിംഗ്, അവരുടെ ട്രോമയൊക്കെ അഡ്രസ്സ് ചെയ്ത് അവർ മെൻ്റൽ ഹെൽത്തിൽ വളരെ മുമ്പിലാണെന്ന് അവകാശപ്പെടാൻ കഴിയും? പലപ്പോഴും തമാശയോടെ ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, നമുക്ക് ആണ്ടിലൊരിക്കൽ ഓണവും ക്രിസ്മസും ഈസ്റ്ററൊക്കെ വരുമ്പോൾ വളരെ വർണ്ണാഭമായ ഡ്രസ്സുകളൊക്കെ ഇട്ട് എല്ലാവരും ഒത്തുകൂടി അന്ന് മാത്രം കുടുംബ മൂല്യങ്ങളെപ്പറ്റി ഘോഷിക്കുന്ന ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു പ്രഹസനം മുഖേനയാണ് തരത്തിലാണ് എനിക്ക് പലപ്പോഴും ചാനലിൽ കാണുന്ന അത്തരം പ്രോഗ്രാമുകളെ ഫീൽ ചെയ്യാറുള്ളത്. പക്ഷെ റിയലായിട്ട് ഒത്തിരി പീഡനങ്ങൾ, മാനസികവും ശാരീരികവും ലൈംഗികമായ പീഡനങ്ങൾ എത്ര മൂടി വയ്ക്കപ്പെടുന്നു നമ്മുടെ കുടുംബങ്ങളിൽ എന്നറിയാമോ? ചെറിയൊരു ഉദാഹരണം പറയാം. അതായത് നമ്മുടെ അടുത്ത് OPയിലൊക്കെ വരുന്ന പേഷ്യൻസിൽ ഒരു നല്ല ശതമാനം പേരും ലൈംഗികമായോ മാനസികമായോ ഒക്കെയുള്ള പീഡനത്തിന് ഇരയായവരാണ് അവരുടെ ചെറുപ്പകാലങ്ങളിൽ. അതായത് നമ്മൾ ഈ ട്രോമ എന്നൊക്കെ പറയില്ലേ, ട്രോമ ഒരു ചില്ലറ കാര്യമല്ല. നമ്മുടെ
ബ്രെയിനിനെ മാറ്റിമറിച്ച് ദൂരവ്യാപകമായ ഫലങ്ങൾ ഉണ്ടാക്കുന്ന ഒന്നാണ് ട്രോമ. അതുകൊണ്ട് തന്നെ ഇന്ന് 30-ലും 40-ലും 50 വയസ്സിലൊക്കെ ജീവിക്കുന്ന പലരും അവരുടെ കുട്ടിക്കാലത്തുണ്ടായ ട്രോമകളെ പറയാൻ തന്നെ മടിക്കുന്നു. അപ്പോൾ നമുക്ക് എങ്ങനെ പറയാനാവും ഇന്നത്തെ ജനറേഷനാണ് തെറ്റെന്ന്? എല്ലാ ജനറേഷനിലും പ്രശ്നങ്ങളുണ്ടായിരുന്നു, ട്രോമയുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ഈ പറഞ്ഞ പോലെയുള്ള അതിപ്രസരം, എന്തും ആവശ്യമുള്ളപ്പോൾ തന്നെ കിട്ടുന്ന ഇൻസ്റ്റൻ്റായ ഒരു നിർവൃതി അല്ലെങ്കിൽ ഗ്രാറ്റിഫിക്കേഷൻ കിട്ടുന്ന തരത്തിലുള്ള കാര്യങ്ങൾ വന്നപ്പോൾ മനുഷ്യൻ്റെ ഇമ്പൾസിവിറ്റി കൂടി, ആക്രമണോത്സുകത കൂടി, ക്രൈം റേറ്റ് കൂടുന്നതിൽ അതിനും ഒരു പങ്ക് വഹിക്കാനുണ്ട് എന്ന് നമുക്ക് പറയേണ്ടി വരും. അതേസമയം ഈ മാനസിക ആരോഗ്യത്തെപ്പറ്റി സംസാരിക്കുമ്പോൾ ഇത്തരം കുറ്റകൃത്യങ്ങൾ എന്തുകൊണ്ട് മൂടി വയ്ക്കപ്പെടുന്നു എന്നും നമ്മൾ പരിശോധിക്കണം. പോക്സോ അല്ലെങ്കിൽ ചൈൽഡ് പ്രൊട്ടക്ഷൻ നിയമങ്ങൾ, ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പോലെയുള്ള ഇൻറ്റൻസ് ആയിട്ടുള്ള നല്ല നിയമങ്ങൾ ഉള്ള ഒരു നാട്ടിൽ നമ്മളൊക്കെ പലപ്പോഴും ഇൻഫാൻറ്റ് മോർട്ടാലിറ്റി റേറ്റൊക്കെ കുറവാണെന്ന് അഹങ്കരിക്കുന്ന ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിൽ എന്തുകൊണ്ട് ഇത് റിപ്പോർട്ടിംഗ് ആവശ്യത്തിനത്ര ചെയ്യുന്നില്ല? ഇതിന് ഒരു റീസൺ എന്ന് പറയുന്നത് ഷെയിമാണ്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ഫാമിലിയിൽ ഇതൊന്നും നടക്കില്ല, ഞങ്ങളുടെ ഫാമിലി വാല്യൂ ഉള്ളതാണെന്ന് ഉയർത്തിപ്പിടിക്കാൻ വേണ്ടി ഉള്ള കാര്യങ്ങളെ പോലും, നെഗറ്റീവ്സിനെ പോലും മൂടി വയ്ക്കുന്ന ഒരു സമൂഹം പലപ്പോഴും ഇതേ ഒരു മനോനില തന്നെയാണ് നമുക്ക് മാനസിക ആരോഗ്യത്തിലും വരുന്നത്. അതായത് സൈക്യാട്രി ഡിസോർഡർ പോലും പുറത്തു പറയാൻ മടിക്കുന്ന, അതിനെ സ്റ്റിഗ്മറ്റൈസ് ചെയ്യുന്ന, അതിനോടൊരു അവമതിപ്പ് കാണിക്കുന്ന സമൂഹത്തിൻ്റെ ഇതേ പുഴുക്കുത്ത് നിറഞ്ഞ ഒരു മനോഭാവം തന്നെയാണ് ഇതിനു പുറകിൽ എന്ന് പറയേണ്ടി വരും. നമ്മൾ പല കുട്ടികളെയും അവരിപ്പോൾ ശാരീരിക പീഡനത്തിനും ലൈംഗിക പീഡനത്തിനും ഒക്കെ ഇരയായ കുട്ടികളെ എടുത്തു നോക്കിയാൽ പലർക്കും ഇത് ഉണ്ടായിരിക്കുന്നത് അവരുടെ കുടുംബങ്ങളിൽ നിന്ന് തന്നെയാണ്, വളരെ അടുത്ത ഒരു ബന്ധുവിൽ നിന്നൊക്കെയാണ്. ഇപ്പോൾ ഈ വാർത്ത സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കേസിലാണെങ്കിൽ ശരി, വളരെ അടുത്ത ഒരു ബന്ധുവിൽ നിന്നാണ് ഇത്തരത്തിൽ ഒരു പീഡനമൊക്കെ ഉണ്ടായിരിക്കുന്നത്. നമ്മളിതെങ്ങനെയാണ് തിരിച്ചറിയാനാവുക? നമ്മൾ പിഞ്ചു മക്കളെ അവരിത് അനുഭവിക്കുന്നുണ്ട്, ഇത്രയും വലിയ ഒരു പീഡനം അല്ലെങ്കിൽ ഇത്തരത്തിലൊരു ട്രോമ അവർ അനുഭവിക്കുന്നുണ്ട് എന്ന് നമ്മൾക്ക് എങ്ങനെ, ഒരു സാധാരണക്കാരനായ ഒരു രക്ഷിതാവിന് ഇതെങ്ങനെ തിരിച്ചറിയാനാകും? ഈ ചോദ്യത്തിൽ വീണ്ടും നമ്മുടെ ഒരു സഹജമായൊരു വാക്ക് കടന്നു വന്നു, രക്ഷിതാവ്. രക്ഷിക്കുന്നവനാവണം രക്ഷിതാവ്. പക്ഷേ ആ പേരിന് പോലും അർഹതയില്ലാത്ത ഒത്തിരി പേർ ഉള്ള കുടുംബ വ്യവസ്ഥയിൽ നിന്നുകൊണ്ട് നമുക്ക് എങ്ങനെ കുട്ടികളുടെ സുരക്ഷയെപ്പറ്റി സംസാരിക്കാനാവും? ഇവിടെയാണ് സ്റ്റേറ്റിൻ്റെയാണ് കുട്ടി എന്ന് മുതലായ ചിന്തകൾ വരുന്നത്. അതായത് ചുരുക്കി പറയുകയാണെങ്കിൽ കുടുംബത്തിനുള്ളിൽ വീർപ്പുമുട്ടുന്ന കുട്ടികളെ സാമൂഹിക സുരക്ഷാ പദ്ധതികൾ മുഖേനയും ഒക്കെ അവരെ അതിൽ നിന്ന് പുറത്ത് കടത്തി വരേണ്ട ഉത്തരവാദിത്തം നിങ്ങളും ഞാനും അടങ്ങുന്ന ഓരോരുത്തർക്കുമാണ്. അതൊരു രക്ഷിതാവിൻ്റെ തലയിൽ മാത്രം കെട്ടിവെക്കാൻ ഇനിയെങ്കിലും നമ്മൾ അനുവദിക്കരുത് എന്ന് മാത്രമല്ല, ഓരോ രക്ഷിതാവിൻ്റെയും മാനസികാരോഗ്യം, അത് ഒരു കുടുംബ വ്യവസ്ഥയിലേക്ക് എൻ്റർ ചെയ്യുന്ന ആളായാലും ശരി, പുതിയൊരു വിവാഹ ജീവിതത്തിലേക്ക് കടക്കുന്ന ആളായാലും ശരി, അവരുടെ മാനസിക ആരോഗ്യം കൂടി പരിശോധിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് നാം ഇനിയും പോയിട്ടില്ലെങ്കിൽ ഇനിയും അനവധി ജീവനുകൾ ഇനിയും നഷ്ടമാവാൻ ഇടയുണ്ട്. എന്ന് മാത്രമല്ല, വിവാഹത്തിൽ വീർപ്പുമുട്ടി ജീവിക്കുന്ന ഒത്തിരി പുരുഷന്മാരെയും സ്ത്രീകളെയും നമുക്കറിയാം. ഇതുകൊണ്ടൊക്കെ തന്നെയായിരിക്കും ഒരുപക്ഷെ ഡിവോഴ്സ് എന്ന് പറയുന്നത് ഒരു വികസിതമായ പരിഷ്കൃത സമൂഹത്തിൻ്റെ ഒരു മാർക്കറാണ്, ഒരു സൂചക ഘടകമാണെന്നൊക്കെ പലപ്പോഴും നമ്മൾ പറയാറുള്ളത് ഇത്തരത്തിൽ ഫാമിലീസിലൊക്കെ നടക്കുന്നത് കൊണ്ടാണ്. അതായത് ഒറ്റയ്ക്കൊരു കുട്ടിയെ നോക്കുന്നതാണ് പലപ്പോഴും ഒരു അബ്യൂസീവ് പാരൻ്റ് ഉള്ളതിനേക്കാൾ നല്ലത് എന്ന നിലയിലുള്ള ഒത്തിരി പഠനങ്ങൾ നമുക്കുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഓരോ സ്കൂളിലും ഓരോ അംഗൻവാടിയിലും നമ്മുടെ സമൂഹത്തിൻ്റെ താഴെ തട്ടിലുള്ള ഓരോ പ്രവർത്തകനും ഇതിൽ ഓരോ പങ്ക് വഹിക്കാനുണ്ട്. ഓരോ വീടും ഒറ്റപ്പെട്ട തുരുത്തുകളായി മാറുമ്പോൾ കണക്റ്റഡ്നെസ്, ഓരോ വീടിനെയും പരസ്പരം കണക്ട് ചെയ്യാനും അവിടെ എന്ത് നടക്കുന്നു എന്ന് ഒളിഞ്ഞു നോക്കുകയല്ല, അത് തിരിച്ചറിഞ്ഞ് ക്രൈംസ് ആണെങ്കിൽ റിപ്പോർട്ട് ചെയ്യാനുള്ള ഒരു സുരക്ഷാ സംവിധാനം കൂടെ ഇവിടെ ഉണ്ടാവണം എന്ന് ഞാൻ പറയുന്നു. അതുമാത്രമല്ല, ഇപ്പോൾ അംഗൻവാടിയിൽ പോയി തുടങ്ങിയ ഒരു 3 വയസ്സുകാരിയാണ് അല്ലേ. അപ്പോൾ നമ്മൾ ഒരു പ്രിമോഡിയൽ അല്ലെങ്കിൽ പ്രൈമറി പ്രിവെൻഷനെ പറ്റി സ്കൂൾ തലം മുതൽ എന്ന് പറയുമ്പോൾ 1ാം ക്ലാസ് മുതലേ സംസാരിക്കുന്നുള്ളൂ. പക്ഷേ ഇത് സൂചിപ്പിക്കുന്നത് നമ്മൾ ABCD മാത്രമല്ല അംഗൻവാടികളിലും അല്ലെങ്കിൽ സ്കൂൾ തലത്തിൽ പഠിപ്പിക്കേണ്ടത്. ഗുഡ് ടച്ച്, ബാഡ് ടച്ച് മുതലായ കാര്യങ്ങളും അമ്മയും അച്ഛനും പോലും തെറ്റ് ചെയ്താൽ അത് റിപ്പോർട്ട് ചെയ്യേണ്ട രീതിയിൽ കുട്ടിയെ എംപവർ ചെയ്യുക, ആ സ്ത്രീയെ എംപവർ ചെയ്യുക. ഒരുപക്ഷെ തളർന്നു പോയ അല്ലെങ്കിൽ എംപവേർഡ് ആകാത്ത ഒരു മാനസിക സൗഖ്യം കുറവുള്ള, ഇമോഷണൽ മെച്യൂരിറ്റി കുറഞ്ഞ പാരൻസ് തന്നെയാണ് ഇന്ന് കുട്ടികളുടെ യുവതലമുറയുടെ ഏറ്റവും വലിയ ശാപം എന്ന് പറയേണ്ടി വരും. പല കുട്ടികളും ഇപ്പോൾ ഈ 3.5 വയസ്സുകാരിയുടെ കാര്യം തന്നെ എടുക്കുക. അതിലും ചെറിയ കുട്ടികളൊക്കെ ഇത്തരത്തിൽ പീഡനത്തിനൊക്കെ ഇരയാവുന്നുണ്ട്. അവർക്കൊന്നും ഇത് പുറത്തേക്ക് പറയാൻ കഴിയില്ല. അവരുടെയൊക്കെ ഒരു മാനസികാവസ്ഥ, അവരുടെയൊക്കെ ഒരു മെൻ്റൽ ട്രോമ, അത് എങ്ങനെയാണ് നമ്മളത് മനസ്സിലാക്കുക? ഈ മോൾക്ക് അല്ലെങ്കിൽ ഈ ഒരു 3.5 വയസ്സുകാരിക്ക് ഇത്തരത്തിലൊരു പീഡനം ഉണ്ടായി, അവർ ഇത്തരത്തിലൊരു മാനസികാവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന് എങ്ങനെ നമുക്ക് അറിയാൻ കഴിയും?
ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ സ്കൂൾ തലത്തിലൊക്കെ എത്തിയ കുട്ടികൾക്ക് പലപ്പോഴും പഠനത്തിൽ പിന്നാക്കം പോവുക, ഉറക്കക്കുറവ്, അങ്ങനെ സ്വഭാവത്തിലെ മാറ്റങ്ങൾ എന്ന രീതിയിൽ തിരിച്ചറിയാൻ പറ്റും, യൂഷ്വലി സെക്ഷൽ അബ്യൂസും ചൈൽഡ് അബ്യൂസും ഒക്കെ. പക്ഷേ വളരെ ചെറിയ കുട്ടികളെ പറ്റി സംസാരിക്കുമ്പോൾ അത് എനിക്ക് തോന്നുന്നത് കുടുംബത്തിൽ പലർക്കും അത് അറിഞ്ഞുകൊണ്ട് തന്നെ അത് മൂടി വയ്ക്കുന്ന ഒരു പ്രവണത നമുക്കുണ്ട്. നേരത്തെ പറഞ്ഞ ഷെയിമും ഗിൽട്ടും ആണ് അതിൻ്റെ പിന്നിൽ. അങ്ങനെ ചെയ്യാതെ കുടുംബത്തിൽ ഈ കാര്യം അറിയുന്ന ഒരു വ്യക്തി മുൻകൈ എടുത്ത് സമൂഹത്തിന് മുമ്പിൽ വരാനുള്ള ഒരു ധൈര്യം ഒന്നാമത് വേണം. പിന്നെ കുട്ടിയിൽ കാണുന്ന ചില സ്വഭാവ വ്യത്യാസങ്ങളും ഇറിറ്റബിലിറ്റിയും, പക്ഷേ ഈ പറഞ്ഞ പോലെ ഒരു 4 വയസ്സുകാരിക്ക് ഒരു പക്ഷേ തിരിച്ചറിയാൻ പോലും പറ്റാത്ത പ്രായമാണ്, അതല്ലേ ദൂരവ്യാപകമായ ഫലങ്ങൾ എന്ന് ഞാൻ നേരത്തെ പറഞ്ഞത്. ഒരുപക്ഷെ 40ഉം 50ഉം വയസ്സിലൊക്കെ ആയിരിക്കും ഈ കുട്ടിക്ക് ഈ താൻ അനുഭവിച്ച അബ്യൂസിനെ പറ്റി തന്നെ ഒരു ഉൾക്കാഴ്ച കിട്ടുക. അതുകൊണ്ട് തന്നെ ഇവിടെ സ്റ്റേറ്റ് ഓരോ വീടുകളിലും കടന്നു ചെന്ന് എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്ന് ഉറപ്പാക്കാനുള്ള ദൃഢമായ സുരക്ഷാ പദ്ധതികൾ വേണം. ഇത് ഒരു മാനസികാരോഗ്യ പ്രവർത്തകനും മാധ്യമ പ്രവർത്തകയും മാത്രം വിചാരിച്ചാൽ നടക്കുന്ന കാര്യമല്ല. ഇതൊരു ടീം എഫേർട്ടാണ്, അല്ലേ? ഈ ഒരു സംഭവം വിളിച്ചോതുന്നത് നമുക്ക് കുറച്ചുകൂടെ റാഡിക്കലായ ഇത്തരം സ്റ്റെപ്സിലേക്ക് കടന്നു ചെല്ലണം എന്ന് തന്നെയാണ്. ഇത്തരത്തിലൊരു പീഡനത്തിനിരയായ ഒരു കുട്ടി, ചൈൽഡ് അബ്യൂസ്, ഏത് രീതിയിലുള്ള പീഡനത്തിനും ഇരയായ ഒരു കുട്ടി, അവർക്ക് അതിൻ്റെ ആ ഒരു ആഘാതം എന്ന് പറയുന്നത് വളരെ കാലത്തേക്ക് നീണ്ടു നിൽക്കും. ഒരു പക്ഷേ ഇപ്പോൾ 3.5 വയസ്സുകാരിക്ക് അത്തരത്തിൽ ഇല്ലെങ്കിൽ കൂടി കുറച്ച് നാളുകൾ കഴിയുമ്പോൾ ഈ ഒരു മെൻ്റൽ ട്രോമ അത് ഉണ്ടാകും. അപ്പോൾ ഈ ഇതിനെ എങ്ങനെയാണ് നമ്മൾ ഡീൽ ചെയ്യേണ്ടത്? കൗൺസിലിംഗ് ഉൾപ്പെടെയുള്ളവ കൊടുത്ത് എങ്ങനെയാണ് അവരുടെ ആ ഒരു മെൻ്റൽ വെൽബീയിങ് നമ്മൾക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുക? അതായത് നമ്മൾ 2022 നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ പരിശോധിക്കുകയാണെങ്കിൽ ഒരു 8.7 വരെ വർധനവാണ് ഈ കുട്ടികൾക്കെതിരെയുള്ള ലൈംഗികമോ മറ്റു രീതിയിലുള്ള പീഡനങ്ങളിലും നമ്മൾ കണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊരു ചെറിയൊരു കണക്കല്ല. അതും കൂടുതൽ കുടുംബങ്ങളിലും ഏറ്റവും വേണ്ടപ്പെട്ടവരുമാണ് ഇതിൻ്റെ വേട്ടക്കാർ എന്ന് കേൾക്കുമ്പോഴാണ് നമ്മൾ ഓരോരുത്തരും നടുങ്ങുന്നത്. ഇവിടെ നമുക്ക് ചെയ്യാവുന്ന ഒരു സിമ്പിളായ കാര്യം ഈ സ്റ്റിഗ്മ, ഒരു അവമതിപ്പ്, മാനസിക രോഗം എന്ന് പറയുന്നത് ബ്രെയിൻ ബേസ്ഡ് ആയിട്ടുള്ള മസ്തിഷ്ക അധിഷ്ഠിതമായിട്ടുള്ള ചില മാറ്റങ്ങളാണ്. അത് ചിലപ്പോൾ ഒരു രോഗത്തിൻ്റെ പേരിൽ ഒതുങ്ങി നിൽക്കില്ല. നമ്മൾ ഈ കാണിക്കുന്ന ഓരോ ആംഗ്യവും ഓരോ ചിരിയും എല്ലാത്തിനും ഒരു ന്യൂറോബയോളജി ഉണ്ട്, മസ്തിഷ്ക അധിഷ്ഠിതമായ ഒരു വിവരണമുണ്ട്. അപ്പോൾ സ്റ്റിഗ്മ മാറ്റി വെച്ചുകൊണ്ട് ഒരു കൈയൊടിഞ്ഞ ആൾക്ക് എങ്ങനെയാണോ നമ്മൾ ഓർത്തോ രീതിയിലുള്ള ഒരു കെയർ കൊടുക്കുന്നത്, അതേപോലെ തകർന്ന മനസ്സുകൾ ഒത്തിരിയുള്ളൊരു നാടാണ് ഇത്, ദൈവത്തിൻ്റെ സ്വന്തം നാടൊന്നുമല്ല എന്ന് ഇനിയെങ്കിലും തിരിച്ചറിഞ്ഞ് വേണ്ട കെയർ, അത് ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിൻ്റെ കൗൺസിലിംഗ് സെഷൻസ് ആവാം, വേണ്ടി വന്നാൽ സൈക്യാട്രിക് ട്രീറ്റ്മെൻറ്റ് തന്നെ സൈക്യാട്രിസ്റ്റിൻ്റെ അടുത്ത് തന്നെ ആവാം. ഇതൊന്നും പറ്റിയില്ലെങ്കിൽ കൂടെ ആദ്യം റിപ്പോർട്ടിംഗ്, ക്രൈം ആണ് ഇതെന്ന് തിരിച്ചറിഞ്ഞ് അത് റിപ്പോർട്ട് ചെയ്യാനുള്ള ഒരു മിനിമം ബോധമെങ്കിലും വളർത്തിയെടുക്കണം. പക്ഷേ ഇതൊക്കെ ചെയ്യണമെങ്കിൽ നമ്മുടെ സ്കൂളിലുള്ള കരിക്കുലം ഒന്ന് പരിഷ്കരിക്കണം. ഇപ്പോൾ ഒത്തിരി ചേഞ്ചസ് വരുന്നുണ്ട്. താഴേക്കിടയിലുള്ള റൂട്ട് ലെവലിലുള്ള വർക്കേഴ്സ് പോലും വീടുകളിൽ കയറി ചെന്ന് ഇത്തരം കാര്യങ്ങൾ മറയില്ലാതെ, നമ്മളൊക്കെ ഒരു കാലത്ത് കോൺട്രാസെപ്റ്റീവ്സിനെയൊക്കെ പറ്റി ഒരുപാട് ഇതുപോലെ സംസാരിച്ച് മാറ്റങ്ങൾ ഉണ്ടാക്കിയ ആളുകളാണ് ഇന്ത്യയിലും കേരളത്തിലുമൊക്കെ. അപ്പോൾ അതേ രീതിയിൽ മെൻ്റൽ ഹെൽത്തിനെ സ്റ്റിഗ്മയും ഷെയിമും ഇല്ലാതെ കണ്ട് വേണ്ട നടപടികളെടുത്ത് മാതാപിതാക്കളാവാൻ പ്രാപ്തരല്ലാത്ത ഒത്തിരി പേരുണ്ട്. അപ്പോൾ അവർക്കൊരു ഹീലിംഗ്, അവർക്കൊരു സൗഖ്യം കൊടുക്കുക എന്നതൊരു റാഡിക്കലായൊരു അജണ്ട തന്നെയായി ഏറ്റെടുത്ത് അതിന് വേണ്ട പോളിസികൾ നിർമ്മിച്ചില്ലെങ്കിൽ ഇനിയും ഇത്തരത്തിൽ ഒത്തിരി വാർത്തകളുണ്ടാവും. ഈ കുട്ടികൾക്കെതിരെ നടക്കുന്ന ഈ അതിക്രമങ്ങൾ, അതിൽ ഈ വലിയവർക്ക് വേണം ആദ്യം ഇത്തരത്തിലൊരു എന്താ പറയുക, അവർക്ക് വേണം ഇത്തരത്തിലൊരു കൗൺസിലിങ്ങും അതൊക്കെ കൊടുക്കാനെന്നാണോ ഡോക്ടർ പറയുന്നത്? അതെ, അത് തന്നെയാണ് ദ ഹോൾ പോയിൻ്റ്. അതായത് നമ്മൾ പലപ്പോഴും അമ്മ മാതൃത്വത്തെ ഗ്ലോറിഫൈ ചെയ്ത് സംസാരിക്കും, അതല്ലെങ്കിൽ പോട്ടെ അച്ഛൻ. ഇത് രണ്ടും വിട്ട് നേരത്തെ പറഞ്ഞ ആ പോയിന്റിൽ തന്നെ ഞാൻ എത്തുന്നു. ഖലീൽ ജിബ്രാൻ്റെ വാക്കുകൾ എപ്പോഴും കടമെടുക്കാറുണ്ട് നമ്മളല്ലേ, യുവർ ചിൽഡ്രൻ ആർ നോട്ട് യുവർ ചിൽഡ്രൻ. അത് അക്ഷരാർത്ഥത്തിൽ പാലിക്കണം. കുടുംബമൊക്കെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് ചെയ്ത് ഗ്ലോറിഫൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ കുടുംബം സേഫ് അല്ല എന്നറിയുമ്പോൾ പിന്നെ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടത് നമ്മൾ എഡ്യൂക്കേറ്റഡ് ആയ ഓരോ അഡൾട്ട്സുമാണ്. ഇവിടെ അഡോളസൻസിനും കുട്ടികൾക്കുമുള്ള എത്ര പരിപാടികൾ പ്രക്ഷേപണം ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അവർക്ക് ഫ്രണ്ട്ലി ആയി കാണാവുന്ന എത്ര പ്രോഗ്രാംസ് ഉണ്ട് നമ്മുടെ TV ചാനലുകളിലൊക്കെ, അല്ലേ? ഇതൊരു കുറ്റമായി ഞാൻ പറയുകയല്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഒരുപാട് കണ്ടൻറ്റുകൾ നമുക്കുണ്ടെങ്കിലും ഒരുപാട് ഡിബേറ്റുകൾ ഉണ്ടെങ്കിലും ഇതൊന്നും എത്തേണ്ടവരിൽ എത്തുന്നില്ല എന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. നമ്മുടെ പേഷ്യൻസിലേക്ക് നല്ലൊരു ഭാഗം എടുക്കുകയാണെങ്കിൽ അവരിൽ പലരും തകർന്നൊരവസ്ഥയിലാണ്. കൃത്യമായ ചികിത്സ കൊണ്ട് ജീവിതത്തെ കൂട്ടിമുട്ടിച്ച് വലിയ പരിക്കുകളൊന്നും ഇല്ലാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നവരാണ്. എന്നാൽ നല്ലൊരു ശതമാനം ഇപ്പോഴും അൺഅഡ്രസ്ഡ് ആയിട്ട് പരിഹരിക്കപ്പെടാത്ത മുറിവുകളുമായി ജീവിക്കുന്ന വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സമൂഹം നമുക്ക് പുറത്തുണ്ട്. അവർ ഈ സൈക്യാട്രി OPകളിൽ എത്തുന്നില്ല, ഒരുപക്ഷെ സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പോകുന്നില്ലായിരിക്കാം. അവരുടേതായ രീതിയിൽ ജീവിച്ച് മറ്റുള്ളവർക്കും അവനവന് മുറിവുണ്ടാക്കി പോകുന്ന ഒരു പ്രവണത.
ഇത് മാറ്റി നമ്മൾ ഹീലിംഗ് ആദ്യം കൊടുക്കേണ്ടത് അച്ഛനും അമ്മയ്ക്കും കുടുംബത്തിലെ ഓരോ അംഗങ്ങൾക്കുമാണ്. ഷെയിമും സ്റ്റിഗ്മയും ഒക്കെ മാറ്റിവെച്ച് കൂടുതൽ തുറന്ന ചർച്ചകൾ, ഇപ്പോൾ ഇന്ന് സെക്ഷുവാലിറ്റിയിലൊക്കെ നമ്മൾ ചർച്ച ചെയ്യുന്ന പോലെ, അല്ലെങ്കിൽ ഡ്രഗ് യൂസിൽ നമ്മൾ ചർച്ച ചെയ്യുന്ന പോലെ മെൻ്റൽ ഹെൽത്ത് ഡിസോർഡർ പ്രിവെൻഷൻ ലെവലിലേക്ക് കുറച്ചുകൂടെ ചർച്ചകൾ വേണം എന്നെനിക്ക് തോന്നാറുണ്ട്. ഈ പലപ്പോഴും ഈ കുട്ടികൾക്കെതിരെ, ഡോക്ടർ തന്നെ നേരത്തെ പറഞ്ഞു, ചിലപ്പോൾ ഈ കുട്ടികൾക്കെതിരെ ഇത്തരത്തിലുള്ള അതിക്രമം നടത്തുന്നവർ അവരുടെ ചെറുപ്പകാലത്ത് അവർക്കെതിരെ ഇത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു അതിക്രമമോ അല്ലെങ്കിൽ അത്തരത്തിലൊരു ട്രോമയിലൂടെ കടന്നു പോകുന്നു. അത്തരത്തിലൊരു ട്രോമയിലൂടെ ഒരു അതിക്രമം നേരിട്ട ഒരാൾക്ക് പിഞ്ചു കുഞ്ഞിനോടടക്കം എങ്ങനെയാണ് ഈ രീതിയിൽ പെരുമാറാനാവുക? അതിനു പിന്നിലെ ഒരു മനസ്സെന്താണ്? ഇത് നമ്മൾ പലപ്പോഴും രണ്ടായി കാണുന്നതിൻ്റെ ഒരു പ്രശ്നമാണ്. ബ്രെയിൻ ഒരു ഹോളായി വർക്ക് ചെയ്യുന്ന ഒരു സംഗതിയാണ്. ഒരുപക്ഷെ അത് തന്നെ പലപ്പോഴും കൺഫ്യൂസ്ഡ് ആയി പോകുന്ന നിമിഷങ്ങളുണ്ട്. തനിക്ക് സംഭവിച്ച ട്രോമ അല്ലെങ്കിൽ നെഗറ്റീവായ എക്സ്പീരിയൻസുകളെ അവർ തന്നെ അവരുടെ ജീവിതത്തിൽ മറ്റുള്ളവർക്ക് അത് പല രൂപത്തിൽ തിരിച്ചു കൊടുക്കുന്ന രീതിയിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് ഹീലിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന്. അതായത് കിട്ടിയ അതേ അളവിൽ എന്ന് പറയുമ്പോൾ അത് ചിലപ്പോൾ പ്രകടമായ ക്രൈംസ് ആയിട്ടായിരിക്കണമെന്നില്ല. എല്ലാവരും പറഞ്ഞു വരുന്നത് ഫിസിക്കൽ അബ്യൂസ് മാത്രമാണ് ചൈൽഡ് അബ്യൂസ് എന്ന രീതിയിൽ നമ്മൾ ചില ചർച്ചകളെങ്കിലും കാണാറുണ്ട്. അങ്ങനെയല്ല, വളരെ ക്രൂരമായ വാക്കുകളിലൂടെ അല്ലെങ്കിൽ കുട്ടികളോട് സംസാരിക്കാൻ പാടില്ലാത്ത രീതിയിലൂടെ അവരെ ഇമോഷണൽ അബ്യൂസിലേക്ക് തള്ളിവിടാം. അപ്പോൾ ചൈൽഡ് അബ്യൂസ് എന്ന് പറയുമ്പോൾ സെക്ഷൽ ആൻഡ് ഫിസിക്കൽ അബ്യൂസ് മാത്രമല്ല, നെഗ്ലക്റ്റും ഇമോഷണൽ അബ്യൂസും, എന്തിന് പാരൻസ് തമ്മിൽ എപ്പോഴും വഴക്കടിക്കുന്നത് പോലും ചൈൽഡ് അബ്യൂസിൻ്റെ കീഴിൽ വരുമെന്ന് എത്ര പേർക്കറിയാം? ഇവിടെ കുട്ടികളുടെ അവകാശങ്ങളെ പറ്റിയാണ് നമ്മൾ പലപ്പോഴും മറന്നു പോകുന്നത്. പാരൻ്റ് ഇങ്ങനെ ആയതുകൊണ്ട് സ്റ്റേറ്റിൻ്റെ ഒരു സിറ്റിസൺ ആവാൻ പോകുന്ന ആ കുട്ടിക്ക് ഇങ്ങനൊരു ജീവിതമല്ല നമ്മൾ കൊടുക്കേണ്ടത്. മറിച്ച് അവിടെ ഉത്തരവാദിത്തപ്പെട്ട ഏജൻസികൾ അവർ കുറച്ചുകൂടെ ഉണർന്ന് പ്രവർത്തിക്കുകയും, നമുക്ക് ഈ ബാലാവകാശ കമ്മീഷനും മറ്റുമുള്ളത് ചുമ്മാ ചർച്ചകൾക്ക് മാത്രമല്ല, അവർ ക്രൈംസ് തടയുന്നൊരു ഘട്ടത്തിൽ കൂടെ ഇടപെട്ട് ഇത്തരത്തിലുള്ള സംഗതികളെ ഒത്തിരി മോഡിഫൈ ചെയ്യാൻ പറ്റുമോ എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മളിപ്പോൾ സംസാരിക്കുമ്പോൾ ഇപ്പോഴും ലൈംഗിക പീഡനം, അതാണ് ഇപ്പോൾ നമ്മളിപ്പോൾ പ്രധാനമായിട്ടും പറഞ്ഞത്. ഇതല്ലാതെ കുട്ടികൾക്ക് നേരെ നടക്കുന്ന ഈ അബ്യൂസസ്, പ്രധാനമായും രക്ഷിതാക്കൾ തിരിച്ചറിയാതെ പോയി ചെയ്യുന്ന ചിലതരം അബ്യൂസസ് ഒക്കെ ഉണ്ടാവും. അതൊക്കെ എന്തായിരിക്കും അത്തരം അബ്യൂസസ്? വീണ്ടും ഈ അബ്യൂസ് എന്നുള്ള വാക്ക് പലപ്പോഴും മിസ്ലീഡിംഗ് ആണെന്ന് എനിക്ക് തോന്നാറുണ്ട്. പലരും ട്രോമയ്ക്ക് ട്രിവിയലൈസ് ചെയ്യും, ഇത് നിൻ്റെ ഒരു തോന്നലാണ് മുതലായ വാക്കുകൾ കൊണ്ട്. പക്ഷേ പലപ്പോഴും റിസർച്ച് തെളിയിക്കുന്നത് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ട്രോമ ഒരാളുടെ മാനസിക നില തന്നെ അല്ലെങ്കിൽ ബ്രെയിനിൻ്റെ സ്ട്രക്ചറിനെ തന്നെ ചെറിയ രീതിയിലൊക്കെ മാറ്റിമറിക്കും എന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഏർലി ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസസ്, നേരത്തെയുള്ള പോസിറ്റീവായിട്ടുള്ള എക്സ്പീരിയൻസുകൾ ആ കുട്ടിയുടെ ജീവിതത്തെയും ആയുർദൈർഘ്യത്തെ തന്നെയും പിന്നീട് എങ്ങനെ ബാധിക്കുന്നു എന്ന് തുടങ്ങിയ പഠനങ്ങൾ വരുന്നതും. ഇവിടെയാണ് പോസിറ്റീവായ ഒരു അന്തരീക്ഷത്തിൻ്റെ പ്രസക്തി. ഈ പോസിറ്റീവ് എന്ന് പറയുമ്പോൾ ഫുൾ പോസിറ്റിവിറ്റി കുത്തി നിറയ്ക്കുന്ന കാര്യങ്ങളാണല്ലോ ഇപ്പോൾ ചുറ്റും. നെഗറ്റീവ് കാര്യങ്ങളെ മൂടി വയ്ക്കുക എന്നൊരർത്ഥമില്ല. ഒരു മറയുമില്ലാതെ നെഗറ്റീവായ അനുഭവങ്ങളെപ്പറ്റി സംസാരിക്കാൻ കൂടെ ഒരു അന്തരീക്ഷം ഒരുക്കുക എന്നതാണ് പോസിറ്റീവ് എൻവിറോൺമെൻറ്റ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. വീട്ടിൽ ഇത് പറ്റിയില്ലെങ്കിൽ അങ്ങനെയുള്ള ഇടങ്ങൾ, പൊതു ഇടങ്ങൾ വേണം. സ്കൂളുകൾ അത്തരത്തിൽ ഫ്രണ്ട്ലി ആയി വളരണം. ഒരു ഇമോഷണൽ ഇൻവാലിഡേഷനിലൂടെ നിനക്ക് അനുഭവപ്പെടുന്ന വിഷമം അല്ലെങ്കിൽ ദേഷ്യം, ഇമോഷനൊന്നും ഒന്നുമല്ല എന്ന് പറയുന്നതിലൂടെ നമ്മൾ അവരുടെ ഇമോഷൻസിനെ ഇൻവാലിഡേറ്റ് ചെയ്യുകയാണ്. ഒരു വാക്ക് കൂടെ ഞാൻ പറഞ്ഞോട്ടെ, കുട്ടി എന്ന് പറയുന്നത് ഒരു മിനി അഡൾട്ട് അല്ല. ഒരു അഡൾട്ടിൻ്റെ ഒരു മിനിയേച്ചർ വേർഷൻ അല്ല കുട്ടി. അവൻ ഒരു ഇൻഡിവിജ്വലാണ്. ഇനിയെങ്കിലും സമൂഹം അത്തരത്തിലേക്ക് കുട്ടി എന്ന് പറയുമ്പോൾ ചിന്തിക്കണം എന്നെനിക്ക് തോന്നുന്നു. വളരെയധികം നന്ദി ഡോക്ടർ. കുട്ടികളുടെ മാനസികാരോഗ്യവും ഒപ്പം ഈ ചൈൽഡ് അബ്യൂസിന് പിന്നിലുള്ള ആ ഒരു മനസ്സിനെക്കുറിച്ചൊക്കെ വളരെ വിശദമായാണ് സംസാരിച്ചത്. വളരെയധികം നന്ദി. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ മനോരോഗ വിദഗ്ധൻ ഡോക്ടർ പ്രണവ് മണികണ്ഠനാണ് നമ്മളോടൊപ്പം സംസാരിച്ചത്.